بسم الله الرحمن الرحيم. In the name of Allah, the Beneficent, the Merciful. جدد حياة القلب بالقرآن. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ നമുക്ക് സമാഗതമായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ നോമ്പിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ് എന്ന് നല്ല രൂപത്തിൽ മനസ്സിലാക്കിയവരാണ് നമ്മൾ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. നോമ്പെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയ ആയത്ത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, നിങ്ങളുടെ പൂർവികർക്ക് എന്ന പോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകാൻ വേണ്ടി എന്നാണ്. അപ്പോൾ നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നോമ്പ് കൊണ്ട് സാധ്യമാവേണ്ടത്, നോമ്പ് കൊണ്ട് ഉണ്ടാവേണ്ടുന്ന ഗുണം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. പ്രസിദ്ധമായ അതിൻ്റെ നിർവചനം ഇംതിസാൽ അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പാലിക്കുക, അല്ലാഹു തആല വിരോധിച്ച എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളൊക്കെയും അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കാം. അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കാം. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ആത്മനിയന്ത്രണം, നമ്മുടെ മനസ്സിന് ശക്തി വേണം. നിർബന്ധങ്ങൾ അനുഷ്ഠിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കടമകൾ നിർവഹിക്കാനും നമുക്ക് സാധിക്കുന്ന നമ്മുടെ മനഃശക്തി കൊണ്ടാണ്. നമ്മുടെ മനസ്സ് നമ്മളതിന് പ്രേരിപ്പിക്കണം. അതുപോലെ തന്നെ അരുതാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അക്രമങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ തടയണം. അപ്പോൾ മനഃശക്തി കൊണ്ട്, ആത്മനിയന്ത്രണം കൊണ്ട് നമുക്കത് സാധ്യമാകും. അപ്പോൾ നോമ്പ് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ ശക്തി വർദ്ധിപ്പിക്കുക. വിൽ പവർ എന്ന് പറയും, അല്ല റെസിസ്റ്റിംഗ് പവർ എന്ന് പറയും. നമ്മുടെ പ്രതിരോധ ശക്തി, പ്രതിരോധം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധമല്ല ഉദ്ദേശിച്ചത്, മനസ്സിനെ ബാധിക്കുന്ന രോഗം, അതായത് തിന്മകളിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാ സാധ്യതകളിൽ നിന്നും നമ്മുടെ മനസ്സ് നമ്മൾ പ്രതിരോധിച്ച് നിർത്തണം, പിടിച്ചു നിർത്തണം. അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ വർദ്ധിപ്പിക്കുക എന്നതാണ് നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോമ്പിൻ്റെ ഈ തഖ്വയെ സംബന്ധിച്ച് വേറൊരു പ്രസിദ്ധമായ നിർവചനം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതാണ്. അലി റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് പറഞ്ഞ തഖ്വ ഹിയ അൽ ഖൗഫ് മിനൽ ജലീൽ വൽ അമലു ബിത് തൻസീൽ വറിളാ ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാചകം എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് തഖ്വ എന്ന് പറയുന്നത്. ഒന്നാൽ ഖൗഫ് മിനൽ ജലീൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, പേടിച്ചുകൊണ്ട് ജീവിക്കുക. നമ്മൾ സൃഷ്ടാവായ നാഥൻ തമ്പുരാൻ, അവൻ്റെ നോട്ടത്തിലും ദൃഷ്ടിയിലുമാണ് നമ്മൾ. അവൻ്റെ കണ്ണിന് മുന്നിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അവനെ കാണുന്നില്ലെങ്കിലും അവൻ നമ്മളെ കാണുന്നു. കണ്ണുകൾ അവനെ കാണുന്നില്ല, പക്ഷേ കണ്ണുകളെ അവൻ കാണുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ, അവൻ്റെ ദൃഷ്ടിക്ക് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ നമ്മളെല്ലാം അവനിലേക്ക് മടക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ജീവിതം. ഈ ഒരു ബോധത്തോടു കൂടി, ഈ ഒരു ഓർമ്മയോടുകൂടി പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന, സാധാരണ നാടൻ ഭാഷയിൽ പറയും, അങ്ങനെ പടച്ചവനെ പേടിച്ച് ജീവിക്കുക, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ എന്ന് ഒന്നാമത്തെ കാര്യം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. രണ്ടാമത്തത് വൽ അമലു ബിത് തൻസീൽ എന്നാണ് പറഞ്ഞത്. അല്ലാഹു തആല ഇറക്കിയ ഖുർആൻ കൊണ്ട്, വേദം കൊണ്ട് അമല് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഖുർആൻ നമ്മുടെ ഭരണഘടനയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നും ചെയ്യരുതെന്നും ഖുർആൻ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ അതാണ് തഖ്വ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം വറിളാ ബിൽ ഖലീൽ, കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, മിതമായ ജീവിതം നയിക്കുക, അല്ലെങ്കിൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. ധൂർത്തും ദുർവ്യയവും പാടില്ല. അതിമോഹവും അത്യാഗ്രഹങ്ങളും ഒഴിവാക്കിയിട്ട്, അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കിയിട്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഇത് തഖ്വയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നാലാമത്തത് വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, തിരിച്ചു പോവേണ്ടുന്ന ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പെന്നാണ്. നമ്മളെല്ലാവരും പ്രവാസികളാണ്.
ജീവിതം ഒരു പ്രവാസമാണ്. ഈ ദുനിയാവിൽ നമ്മൾ പ്രവാസികളാണ്. എല്ലാ പ്രവാസികളും ഒരു സമയത്ത് തിരിച്ചു പോകും. ആ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് പ്രവാസ ജീവിതം എന്ന് പറയുന്നത്. ദുനിയാവാകുന്ന ഈ പ്രവാസ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ നിത്യമായ ലോകത്തേക്ക് നമ്മൾ തിരിച്ചു പോവുക, അഥവാ നമ്മുടെ പരലോകത്തേക്ക് നമ്മൾ മടങ്ങി പോവുക എന്നതാണ് തിരിച്ചു പോവുക എന്നുള്ള. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ നടത്തുക എന്നുള്ളതാണ്. അവിടെ മാന്യമായിട്ട് ജീവിക്കാൻ പ്രവാസികളൊക്കെ പ്രവാസികൾക്ക് അത് വേഗം മനസ്സിലാവും. നമ്മൾ ഇവിടെ ജീവിക്കുന്ന പ്രവാസ ലോകത്ത് ജീവിക്കുന്നത്, ഇവിടെ കഷ്ടപ്പെടുന്നത് നാട്ടിൽ നല്ലൊരു ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം തിരിച്ചു പോക്കിനുള്ള തയ്യാറെടുപ്പ് നന്നായിട്ട് നടത്തുക. ദുനിയാവാകുന്ന പ്രവാസത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നീ ഭൂമിയിൽ ഒരു പ്രവാസിയെ പോലെ അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു. അതാണ് പ്രവാസം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സന്തോഷത്തോടെ എല്ലാം ഭദ്രമാക്കിയിട്ട് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ കാര്യം. അപ്പോൾ ഈ 4 കാര്യങ്ങളും തഖ്വയുടെ നിർവചനമാണ്. നേരത്തെ പറഞ്ഞതും അതിൻ്റെ നിർവചനമാണ്. ഈ കാര്യങ്ങളൊക്കെ ഈ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ സ്വയമായി വളർത്തിയെടുത്ത് ആത്മനിയന്ത്രണത്തോടെ ആത്മവിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട കാര്യം. അതാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നല്ല രൂപത്തിൽ തഖ്വ പുലർത്താനും കൈക്കൊള്ളാനും ജീവിതത്തിലുടനീളം പാലിക്കാനും നോമ്പിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. തഖ്വക്ക് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു നിർവചനത്തിൽ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 3-മത് പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞൊരു ഓർഡറിൽ ഉണ്ടല്ലോ, ഞാൻ 4 കാര്യം പറഞ്ഞു. ഇതിൽ 3-മത് പറഞ്ഞ കാര്യം എന്താണ്? ഇതാണ് ചോദ്യം. എല്ലാവരും ആൻസർ ചെയ്യുക. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.